ആദ്യത്തെക്കാളും ഭയങ്കര ഇടിയോടിടിയായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇനി സെക്കൻഡ് പാർട്ട് വരാൻ പോവാണെങ്കിൽ എൻ്റെ വില്ലൻ ആരായിരിക്കും എന്നറിയോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ പുതിയ മമ്മൂട്ടിൻ്റെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. നിങ്ങളും പോയി കാണണം കേട്ടോ, നല്ല സിനിമയാണ്. അതിൻ്റെ തുടക്കത്തിൽ ഒരു ഭയങ്കര വലിയ ഫൈറ്റാട്ടാണ് ഉള്ളത്, പള്ളിപ്പെരുന്നാളിൻ്റെ, സഹദേവൻ്റെ പള്ളിപ്പെരുന്നാളിൻ്റെ. അപ്പോൾ ആ ഫൈറ്റ് സൂപ്പറായിരുന്നു. ആ സമയത്തൊക്കെ കുറേ ആൾക്കാരുടെ മാസ്ക് ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്കറിയാവുന്ന ഒരാളാണ് സ്പൈഡർമാൻ. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ് സ്പൈഡർമാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ആ സീനിൽ തന്നെ സ്പെഷ്യൽ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവഞ്ചേഴ്സ് അറിയോ? അവഞ്ചേഴ്സിൻ്റെ അകത്തുള്ള വില്ലൻ താനോസിൻ്റെ ഗ്ലൗസ് മമ്മൂട്ടി കയ്യിൽ വെച്ചിട്ട് മമ്മൂട്ടീനെ ഇടിക്കാൻ വരുന്ന എല്ലാ വില്ലൻസിനെ ഇടിച്ച് പറപ്പിച്ചായിരുന്നു. അപ്പോൾ ആ സീനായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് സീന്. അപ്പോൾ പേരെഴുതി കാണിച്ചപ്പോഴുണ്ടല്ലോ എനിക്ക് എന്തൊക്കെയോ തോന്നി, നല്ല ഇടിപ്പടമായിരിക്കുന്നു. അതിൻ്റെ ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു ടിക്കറ്റ് കിട്ടാം. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലേ? ടർബോ മലയാളം ഫിലിമാണ്. അപ്പോൾ അടിപൊളി സിനിമയാണ്. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ പോയി തിയേറ്ററിൻ്റെ പേരെന്താണെന്നറിയോ? മാൾ ഓഫ് മസ്കറ്റത്തെ നോവോ സിനിമാസ് ആണ്. അവിടെ 9 o'clock ഷോ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ പോയിരുന്നപ്പോൾ തന്നെ ഷോ അങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ അവിടെ കുറച്ച് ടർബോൻ്റെ ബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷെ സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ ആ ബോർഡൊക്കെ അവരെടുത്ത് മാറ്റിയിട്ട് വേറെ ഏതോ സിനിമേൻ്റെ ബോർഡ് എടുത്ത് വെച്ച്. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത്, എടുക്കുമായിരുന്നെങ്കിൽ ആദ്യം തന്നെ എടുക്കണമായിരുന്നു, ഇപ്പം മിസ്സായില്ലേന്ന്. ഇനി അടുത്ത പ്രാവശ്യം ഇനി വല്ല സിനിമ കാണാൻ വല്ല സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് ഇന്റർവെല് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തെക്കാളും ഭയങ്കര ഇടിയോടിടിയായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇനി സെക്കൻഡ് പാർട്ട് വരാൻ പോവാണെങ്കിൽ എൻ്റെ വില്ലൻ ആരായിരിക്കും എന്നറിയോ? നിങ്ങൾ ഗസ് ചെയ്ത് നോക്കണം. പിന്നെ ഉണ്ടല്ലോ എനിക്ക് ആ വില്ലൻ ആരാന്ന് മനസ്സിലായേ സൗണ്ട് വെച്ചിട്ട്. ആരാന്നറിയോ? വിജയ് സേതുപതി. ഇനി സെക്കൻഡ് പാർട്ട് വരുമോന്നൊന്നും അറിയില്ലട്ടാ. വരുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും നന്നായിട്ട് കലക്കും വിജയ് സേതുപതി ആയതുകൊണ്ട്. പിന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ വില്ലനൊക്കെ അടിപൊളിയാട്ടാ. പേരെന്താന്ന് പറയുക? സിനിമത്തെ പേര് എനിക്കറിയാമല്ലോ, വെട്രി. നല്ല പേര്. പിന്നെ ഈ ടർബോയിലുള്ള മ്യൂസിക്കാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ വില്ലൻ വരുന്ന സമയത്തും പിന്നെ മമ്മൂട്ടി വരുന്ന സമയത്തുള്ള BGM ആയിരുന്നു മാസ് BGM ആയിരുന്നു. മമ്മൂട്ടി വരുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ടാവുന്ന ശബ്ദമായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ മ്യൂസിക് കേട്ട സമയത്ത് ഞാൻ കുറച്ച് ഞെട്ടിപ്പോയി. പിന്നെ ഉണ്ടല്ലോ ഒരു സംഭവം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ മറ്റേ ആദ്യത്തെ പള്ളിപ്പെരുന്നാളിലെ ഇടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് അതിങ്ങനെ ഇടി നടന്നുകൊണ്ടിരിക്കണ മറ്റേ സീറ്റൊക്കെ വൈബ്രേറ്റ് ചെയ്ത് ഒരു ഹാർട്ട് ബീറ്റ് പോലെ ഡും ഡും ഡും. അപ്പം ഞാനത് വിചാരിച്ചോണ്ടിരിക്കുക, ഇതിങ്ങനെ സീറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ആവുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ ഞാൻ ആലോചിക്കാനായിട്ടൊരു കാരണമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണല്ലോ ഈ തിയേറ്ററിലൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാട്ടാ. പിന്നെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാൻ ഇരുന്ന് നോക്കിയിട്ടില്ല, പക്ഷേ അമ്മ പറഞ്ഞു തന്നായിരുന്നത് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഇനിയുണ്ടല്ലോ വേറെ കുറെ ഇങ്ങനെ ഇടിപ്പടമൊക്കെ വരുവാണെങ്കിൽ അപ്പം എന്നെ തിയേറ്ററിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടേ.
കാരണം നാട്ടിലാണെങ്കിൽ ഒരു മാസം ഫുള്ളും ഉണ്ട് ടർബോൻ്റെ ഷോ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെയാണല്ലോ, അപ്പോൾ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ ടർബോ കാണുവാണെങ്കിൽ ഈ ഒരു വീക്കിൽ കാണണം, ഏതെങ്കിലും ഒരു ദിവസം, അപ്പോഴേ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടാനാണ് ചാൻസ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ